ശിലയും ശലഭവും ഭാഗം 1 എഴുതിയത് സൂര്യകാന്തി. കറുത്തിരുണ്ട ആ രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഒരു പഴയ സ്കൂട്ടർ ആ വിജനമായ ഹൈവേയിലൂടെ നീങ്ങുകയായിരുന്നു. വീട്ടിലേക്ക് എത്താനുള്ള ധൃതിയിലായിരുന്നു ആ ദമ്പതികൾ. റോഡിൽ അവിടെവിടെയായി തെളിയുന്ന മങ്ങിയ സ്ട്രീറ്റ് ലൈറ്റുകൾ മാത്രമേയുള്ളൂ അവരുടെ പാതയിൽ തുണയായി. പെട്ടെന്നാണ് മരണത്തിന്റെ ഇരമ്പലുമായി പിന്നിൽ നിന്നും ആ ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞത്. അതിവേഗത്തിൽ നിയന്ത്രണം വിട്ടതുപോലെ പാഞ്ഞു വന്ന ഒരു കറുത്ത ജീപ്പ്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒരു വലിയ ശബ്ദത്തോടെ ആ ജീപ്പ് സ്കൂട്ടറിനെ പിറകിൽ നിന്നും ഇടിച്ചു തെറിപ്പിച്ചു. അന്തരീക്ഷത്തിൽ ലോഹങ്ങൾ തകരുന്നതിനൊപ്പം നിലവിളി ശബ്ദവും ഉയർന്നു കേട്ടു. റോഡരികിലെ കരിങ്കൽ കൂട്ടത്തിലേക്കാണ് ആ ദമ്പതികളിൽ ഒരാൾ തെറിച്ചു വീണത്. എന്നിട്ടും നിർത്താതെ പാഞ്ഞു പോകുന്ന ആ ജീപ്പിന്റെ ടയറുകൾ റോഡരികിലെ ചരൽക്കല്ലുകളെ ചതച്ചരച്ചു. ഒരു നിമിഷം പോലും ബ്രേക്ക് ചവിട്ടാനോ വീണവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാനോ ആ ഡ്രൈവർ തുനിഞ്ഞില്ല. ഇരുട്ടിലേക്ക് ആ ജീപ്പ് ഒരു നിഴൽ പോലെ മാഞ്ഞു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ ദമ്പതികൾ ശ്വാസം കിട്ടാതെ പിടയുന്ന അവരുടെ കൈകൾ തമ്മിൽ കോർക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ദൂരെ എവിടെയോ ഒരു നായയുടെ ഓരിയിടൽ ആ രാത്രിയുടെ ഭീകരത കൂട്ടി. വർഷങ്ങൾക്കിപ്പുറം കല്ലൂർക്കാടൻ മാളികയുടെ ആ പടുകൂറ്റൻ ഇരുമ്പ് ഗേറ്റുകൾക്ക് മുൻപിൽ നിൽക്കുമ്പോൾ താൻ ഒരു വലിയ കോട്ടയ്ക്ക് മുൻപിൽ വന്നുപെട്ട ഒരു കൊച്ചു ശലഭമാണെന്ന് അന്നയ്ക്ക് തോന്നിപ്പോയി. ആ വലിയ ഗേറ്റിന് മുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന കല്ലൂർക്കാടൻ എന്ന പേര് കാണുമ്പോൾ തന്നെ ആ നാട്ടിലെ ഏതൊരാളുടെയും ഉള്ളിലൊന്നു മിന്നും. തലമുറകളുടെ കഥ പറയാനുള്ള പുരാതന ക്രിസ്ത്യൻ പ്രൗഢി വിളിച്ചോതുന്ന ഒരു തറവാട്. തുറന്നിട്ട ആ ഗേറ്റിനപ്പുറം ഏക്കറുകളോളം പരന്നു കിടക്കുന്ന റബ്ബർ തോട്ടങ്ങളും അതിനു നടുവിൽ ഒരു കരിങ്കൽ ശില്പം പോലെ തലയുയർത്തി നിൽക്കുന്ന 2 നില മാളികയും അന്നയൊന്ന് നോക്കി നിന്നു. തേക്ക് തടികളിൽ കൊത്തുപണികൾ ചെയ്ത വലിയ ജനാലകളും കരിങ്കൽ തൂണുകൾ താങ്ങി നിർത്തുന്ന വിശാലമായ പൂമുഖവും ആ തറവാടിന്റെ ആഢ്യത്വം വിളിച്ചോതുന്നുണ്ട്. അവിടെ വീശുന്ന കാറ്റിനു പോലും അധികാരത്തിന്റെ ഗന്ധമാണെന്ന് അന്നയ്ക്ക് തോന്നി. കയ്യിലുള്ള പഴയ തുണിസഞ്ചിയിലേക്ക് അന്ന ഒന്നുകൂടി മുറുക്കി പിടിച്ചു. അതിലുണ്ട് അവളുടെ ആകെയുള്ള ലോകം. കല്ലൂർക്കാടന്മാരുടെ വിശ്വസ്തനും വലങ്കയ്യുമായ ഔസേപ്പ് മാപ്പിളയാണ് അവളോട് ഇവിടെ ജോലിക്ക് വരാൻ പറഞ്ഞത്. പേടിക്കണ്ട കുഞ്ഞെ, അവിടെ ചെന്നാൽ നിനക്ക് മാനഭയമില്ലാതെ കഴിയാം. ഔസേപ്പ് മാപ്പിളയുടെ വാക്കുകൾ ഓർക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ മനസ്സ് പതറുന്നുണ്ടായിരുന്നു. പുറം ലോകം സർവാധിപതി എന്ന് വിശേഷിപ്പിക്കുന്ന ആ നാട്ടിലെ സകലതിനെയും നിയന്ത്രിക്കുന്ന ഡേവിഡ് അലക്സാണ്ടറിന്റെ മുൻപിലേക്കാണ് താൻ നടന്നു കയറുന്നത്. എന്റെ മാതാവേ, ഇവിടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അന്ന സ്വയം ചോദിച്ചു. ആ പ്രൗഢമായ മാളികയുടെ ചുവരുകൾക്കുള്ളിൽ തന്നെ കാത്തിരിക്കുന്നത് എന്താണെന്ന് അവൾക്കറിയില്ലായിരുന്നു. ഗേറ്റ് കടന്ന് അകത്തേക്ക് വെക്കുന്ന ഓരോ ചുവടും അവളുടെ വിധിയെ മാറ്റിമറിക്കാൻ പോകുന്നവയാണെന്ന് ആ 19കാരി അറിഞ്ഞില്ല. ഒരു ദീർഘനിശ്വാസത്തോടെ വിറയ്ക്കുന്ന കൈകളാൽ കയ്യിലെ ബാഗ് മുറുകെ പിടിച്ച് അന്ന ആ മതിൽക്കെട്ടിനുള്ളിലേക്ക് കയറി. ചരൽക്കല്ലുകൾ പാകിയ ആ വിശാലമായ മുറ്റത്തേക്ക് വിറയ്ക്കുന്ന പാദങ്ങളോടെ അന്ന നടന്നു നീങ്ങി. തണൽ വിരിച്ചു നിൽക്കുന്ന വൻമരങ്ങളെയും പൂന്തോട്ടത്തെയും പിന്നിട്ട് അവൾ നോക്കിയത് ആ വലിയ മാളികയുടെ പൂമുഖത്തേക്കാണ്. അവിടെ പ്രൗഢിയുടെ സിംഹാസനം പോലെ ആ വലിയ ചാരുകസേരയിൽ അയാൾ ഇരിപ്പുണ്ട്. ഡേവിഡ് അലക്സാണ്ടർ കല്ലൂർക്കാടൻ. കാണുന്ന മാത്രയിൽ ആരെയും കീഴ്പ്പെടുത്തുന്ന ഒരു കാന്തശക്തിയുള്ള വ്യക്തിപ്രഭാവം അയാൾക്കുണ്ടായിരുന്നു. നല്ല ഒന്നാന്തരം വെള്ള ജുബ്ബയും മുണ്ടുമാണ് വേഷം. ചുളിവുകൾ വീഴാത്ത ആ ജുബ്ബയ്ക്കുള്ളിൽ ഒരു കരിങ്കൽ ശിലയുടെ ഉറപ്പുള്ള അയാളുടെ വിരിഞ്ഞ നെഞ്ച് നിഴലിച്ചു നിന്നു. വെളുത്ത നിറത്തിന് മാറ്റുകൂട്ടുന്ന കട്ടത്താടി,
ആ താടിക്കുള്ളിൽ ഗൗരവം വിടാതെ അമർന്നിരിക്കുന്ന അധരങ്ങളും പത്രത്താളിന് അപ്പുറം എതിരെ നിൽക്കുന്നവന്റെ ഉള്ളറകളിലേക്ക് തുളച്ചു കയറുന്ന വേൽമുനയുടെ മൂർച്ചയുള്ള കണ്ണുകളും. കൈത്തണ്ടയിലെ രോമങ്ങൾക്കിടയിലൂടെ മിന്നിമറയുന്ന സ്വർണ വാച്ചും മടക്കിവെച്ച ജുബ്ബയുടെ കൈകളും അയാളുടെ ഗാംഭീര്യത്തിന് മാറ്റുകൂട്ടുന്നു. കരുത്തുറ്റ വലത് കൈത്തണ്ടയിൽ കറുത്ത വലിയ മുത്തുകളുള്ള ഒരു കൊന്ത ചുറ്റിയിരിക്കുന്നു. ജുബ്ബയുടെ തുറന്നിട്ട ബട്ടണിനിടയിലൂടെ അല്പഭാഗം പുറത്തേക്ക് വീണുകിടക്കുന്ന നീളമുള്ള സ്വർണ കുരിശുമാല. തണ്ടും തടിയുമുള്ള ആ ദേഹം ആ ചാരുകസേരയിൽ അലസമായിട്ടാണെങ്കിലും ഒരധികാരിയുടെ തലയെടുപ്പോടെയാണ് അമർന്നിരിക്കുന്നത്. പൂമുഖത്തെ ആ കരിങ്കൽ തൂണുകളേക്കാൾ ഉറപ്പുള്ള ഒന്നായി അന്നയ്ക്ക് ഡേവിഡിനെ തോന്നി. അവിടെ വീശുന്ന കാറ്റുപോലും അയാളുടെ ഗൗരവത്തെ പേടിക്കുന്നതുപോലെ. തലയുയർത്തി നോക്കാൻ പോലും ധൈര്യമില്ലാതെ കയ്യിലെ തുണിസഞ്ചി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ പ്രതാപത്തിനു മുൻപിൽ അന്ന ഒരു മാത്ര പതറി നിന്നു. മുറ്റത്തെ ചരൽക്കല്ലുകൾക്കിടയിലൂടെയുള്ള അന്നയുടെ ഓരോ ചുവടുകളും ആ നിശബ്ദതയിൽ വ്യക്തമായി കേൾക്കാമായിരുന്നു. പതർച്ചയോടെ അവൾ ആ കരിങ്കൽ തൂണുകൾക്ക് അരികിലെത്തി. ഡേവിഡ് മുഖം ഉയർത്തി നോക്കിയില്ല. സാർ, ഇവിടെ അടുക്കള ജോലിക്ക്. ഏറെ പണിപ്പെട്ടാണ് ആ വാക്കുകൾ അവൾ പുറത്തേക്ക് വിട്ടത്. പത്രത്താളുകൾക്ക് അപ്പുറം അയാൾ അനങ്ങിയില്ല, നോക്കിയതുമില്ല. പത്രത്തിന് പിന്നിൽ നിന്നും ആ പരുക്കൻ ശബ്ദം പുറത്തു വന്നു. കൊച്ചിനെയല്ലോ ആ ഔസേപ്പച്ചൻ പറഞ്ഞു വിട്ടേക്കുന്നത്? അന്നയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ആ ശബ്ദത്തിന് കല്ലൂർക്കാടൻ കുടുംബത്തിന്റെ അധികാരത്തിന്റെ ഗാംഭീര്യമുണ്ടായിരുന്നു. ഭയത്താൽ കീഴ്ച്ചുകൊണ്ട് വിറച്ചുകൊണ്ടിരുന്നുവെങ്കിലും അവൾ പണിപ്പെട്ട് ഒന്ന് മൂളി. പിന്നാമ്പുറത്തേക്ക് ചെല്ല്, അവിടെ ആളുണ്ടാവും. നിസ്സാരമായ ഒരു കൽപ്പന. അന്ന തിരിഞ്ഞ് ചുവടുകൾ വെക്കുന്നതിനിടെ കയ്യിലിരുന്ന പത്രം അലസമായി മേശപ്പുറത്തേക്ക് ഇട്ടുകൊണ്ട് ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ അയാൾ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. അയാൾ നടന്നു നീങ്ങിയ പൂമുഖവാതിൽക്കലേക്ക് ഒരു മാത്ര നോക്കി നിന്നവൾ. പൂമുഖം കടന്ന് പിന്നിലേക്ക് നടക്കുമ്പോൾ അന്ന കണ്ടത് കേവലമൊരു അടുക്കള മുറ്റമല്ല, മറിച്ച് സമ്പത്തിന്റെയും പ്രതാപത്തിന്റെയും ധാരാളിത്തമാണ്. ഏക്കറുകളോളം പരന്നു കിടക്കുന്ന പറമ്പുകളിലെ തെങ്ങുകളിൽ നിന്നും വെട്ടിയെടുത്ത നാളികേരങ്ങൾ മുറ്റത്തിന്റെ ഒരു കോണിൽ ചെറിയൊരു കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ഉണങ്ങാനായി ഇട്ടിരിക്കുന്ന അടക്കകളും. കറുത്ത പൊന്നുപോലെ തിളങ്ങുന്ന കുരുമുളകിന്റെ ഗന്ധം ആ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്. മാളികയുടെ പിൻഭാഗത്തുള്ള കരിങ്കൽ പാകിയ വിശാലമായ വരാന്തയിൽ വലിയ ഉരുളികളും ചെമ്പുപാത്രങ്ങളും വെടിപ്പായി അടുക്കി വെച്ചിരിക്കുന്നു. കുറച്ചപ്പുറത്തുള്ള റബ്ബർ ഷീറ്റുകൾ ഉണങ്ങാനിട്ടിരിക്കുന്ന പുകപ്പുരയിൽ നിന്ന് ഉയരുന്ന മണവും തൊഴുത്തിൽ നിന്ന് കേൾക്കുന്ന കണ്ണുകാലികളുടെ അനക്കവും ആ തറവാടിന്റെ കാർഷിക പാരമ്പര്യത്തെ വിളിച്ചോതുന്നതാണ്. അവിടെയുള്ള ഓരോ കല്ലിനും മരത്തൂണിനും വരെ ഒരു പ്രത്യേക പ്രൗഢിയുണ്ട്. അവിടെയെങ്ങും ആരെയും കണ്ടില്ല. എന്തു ചെയ്യണമെന്നറിയാതെ അന്ന പരുങ്ങി നിന്നു. അപ്പോഴാണ് അടുക്കളയുടെ ചാരിയിട്ടിരുന്ന വലിയ വാതിൽ തുറന്ന് കൈലിമുണ്ടുടുത്ത് നീളൻ കുപ്പായവും തോളിലൊരു തോർത്തുമിട്ട് ഔതച്ചെടത്തി പുറത്തേക്ക് വന്നത്. കല്ലൂർക്കാടൻ കുടുംബത്തിലെ തലമുറകളെ ഊട്ടിക്കൊണ്ടിരിക്കുന്ന ആ തറവാട്ടിലെ വിശ്വസ്തയായ ജോലിക്കാരി. അന്നയെ കണ്ടതും അവർ ഒന്ന് നിന്നു. നെറ്റിയിലെ ചുളിവുകൾക്കിടയിലൂടെ തടിച്ച ചില്ലടപ്പുള്ള കണ്ണട ശരിയാക്കി അവർ ചോദിച്ചു, ആരാ? എന്നാ വേണ്ടത്? ജോലിക്ക് വന്നതാ, ഔസേപ്പച്ചൻ പറഞ്ഞു വിട്ടിട്ട്. അന്ന വിനയത്തോടെ തല കുനിച്ചു പറഞ്ഞു. അത് കേട്ടതും ഔതച്ചേടത്തി അവളെ ഒന്ന് അടിമുടി ഒഴിഞ്ഞു നോക്കി. വിറയ്ക്കുന്ന കൈകളും പതറുന്ന കണ്ണുകളുമുള്ള ആ ബാല്യക്കാരിയെ കണ്ടപ്പോൾ അവരുടെ ഉള്ളിലൊരു നേരിയ ഇഷ്ടക്കേട് തോന്നി. നിനക്ക് എന്നാ പ്രായമുണ്ട് കൊച്ചേ?
പരുക്കൻ ചോദ്യം. 19 കഴിഞ്ഞു. അവൾ മെല്ലെ മറുപടി നൽകി. അവർ ഇരുത്തിയൊന്ന് മൂളി. ആ മൂളലിൽ പലതും അടങ്ങിയിരുന്നു. എങ്ങോട്ട് കേറിപ്പോര്. അവർ അകത്തേക്ക് കൈകാട്ടി. ഒരു നിമിഷത്തെ പതർച്ചയ്ക്ക് ശേഷം അന്ന പതിയെ ആ കരിങ്കൽ പടികളിലേക്ക് കാലെടുത്തു വെച്ചു. ആ പടികൾ കയറുന്നത് തന്റെ ജീവിതത്തിലെ തിരിച്ചിറങ്ങാൻ കഴിയാത്ത ഒരു വലിയ അധ്യായത്തിലേക്കാണെന്ന് അന്ന അപ്പോൾ അറിഞ്ഞിരുന്നില്ല.